ഹരിയുടെ ശരിക്കും ഹൈബ്രിഡ് ബൈക്കാണ്. ഹരി ഇതൊരു റോഡ് ബൈക്കിന്റെ ഭാഗമൊക്കെ കയറ്റി റോഡ് ബൈക്കിന്റെ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. ഹരിക്ക് ഇതിനെ കസ്റ്റം ബിൽഡ് ചെയ്യണം, അതായത് കസ്റ്റം പെയിന്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് പ്രൊസീജിയർ നമുക്ക് ഇതിനുണ്ട്. ഞാൻ ഹരിക്ക് 2 ആഴ്ച ഒരു പോസ്റ്റ് കൊടുത്തേക്കാണ്. അപ്പോൾ ഹരി ഇതിനെ പെയിന്റ് റിമൂവറൊക്കെ യൂസ് ചെയ്ത് പെയിന്റ് ഒക്കെ റിമൂവ് ചെയ്തു. പക്ഷെ ഇത് നല്ല തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വേറെ പ്രശ്നം ഉണ്ടായിരുന്നത് ഈ ബോട്ടിൽ കേജിന്റെ ത്രെഡ് പോയിരിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മളിപ്പോ ഒരു നല്ലൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തതിന് ത്രെഡൊക്കെ ഇടിച്ചിട്ടുണ്ട്. അത്യാവശ്യം അതിനെ ബോണ്ട് ചെയ്യുന്ന രീതിയിൽ വെൽഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഫയൽ ചെയ്യണം, നമ്മൾ ഇതിനെ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ തുരുമ്പ് റെസ്റ്റ് ഫ്രീ ആകണം നമുക്ക് ഈ ഫ്രെയിമിൽ. എന്നിട്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഹരിയുടെ സൈക്കിളിൽ ചെറിയ പണി കിട്ടി. അതെന്താ വെച്ചാൽ നല്ലൊരു മഴ പെയ്തായിരുന്നു. ആ ഒരു മോയ്സ്ചറിൻ്റെ ടൈമിലാണ് നമ്മളിത് ഫീൽ ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ ഇതിൻ്റെ ട്രബിൾ നോക്കിക്കോട്ടോ, ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഫീലാവാൻ തുടങ്ങി ഉണ്ടോ. അപ്പോൾ ഇത് ശരിക്കും മഴ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ആ മോയ്സ്ചറിൻ്റെ ഇഷ്യൂ ഇത് ശരിക്കും റിയാക്ട് ചെയ്താണ് ഈ കണ്ടത്. അപ്പോൾ ആ ബ്ലാക്ക് പെയിൻറ്റിലാണ് ഈ പ്രോബ്ലം ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേറൊരു പ്രൊസീജിയർ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ സെയിം നമുക്ക് ഈ ഡീക്കാലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ആ പ്രൊസീജിയർ നമുക്ക് കാണാം. ഓക്കെ, കുളമായ ഫ്രെയിമിനെ നമ്മൾ വീണ്ടും പെയിന്റ് ചെയ്തു. ഇത് എല്ലാവർക്കും പറ്റുന്ന തെറ്റുകളാണ്. എന്താ പറ്റുന്നതെന്ന് ആൾക്കാർക്ക് അറിയില്ല. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടെന്നുള്ളത് അറിയില്ല. അതെങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇത് രണ്ടാമത് ചെയ്തത്. പിന്നെ നിങ്ങളെ പെയിന്റ് ചെയ്യുന്ന പ്രൊസീജിയർ വീണ്ടും കാണിച്ചാൽ ക്ഷീണിപ്പിക്കണില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പെയിന്റ് ചെയ്തത് രണ്ടാമത്. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ശരിക്കും റിവേഴ്സ് ചെയ്യണം. എങ്ങനെയാണ് ഡീകാലിയാണ് റിവേഴ്സ് ചെയ്യണം. ബിഫോർ ദാറ്റ് നമ്മളിതിൽ ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് എന്താ പറയുക സ്പ്രിംഗ്ലിംഗ് ബോക്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ട്. ആക്ച്വലി ഇത് നിങ്ങൾ ഡീപ്പായിട്ട് കണ്ടാൽ അത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സെമി മാറ്റ് ക്ലിയർ ഇതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ഡീക്കാൽ ചെയ്യുന്നത്. ഈ സെമി മാറ്റിന് പ്രത്യേകത ഉണ്ട്, ഒരു ചെറിയൊരു ക്രിപ്നെസ് ഉണ്ടാവും. അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന ഡീക്കാൽ പൊളിഞ്ഞു പോകില്ല. ഓക്കെ, അപ്പോൾ ആ പ്രൊസീജിയർ കൂടി കാണാം. ഓക്കെ,
ഓക്കെ ഹരി കാണാട്ടാ.